നമസ്തേ സർ. നമസ്കാരം സർ. നമസ്കാരം സർ. നമസ്തേ. നമസ്കാരം സാർ. നമസ്കാരം. നമുക്ക് ആരംഭിക്കാം. സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാധാനിയായ എല്ലാ പണ്ഡിതർക്കും ഏകാദശം 7-ാം അധ്യായം 38-ാമത്തെ ശ്ലോകം അല്ലേ? അതെ സാറേ, അത് തന്നെയാണ്. ഷഷ്വപരാർത്ഥ സർവേഹ പരാർത്ഥൈകന്ധസംഭവാം സാധു ശിക്ഷേത ഭോ ഭൃത്തോ നഗശിഷ്യ പരാത്മതാം. ഇവിടെ 24 ഗുരുക്കന്മാർ ആരൊക്കെയാണെന്ന് യദുവിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് ദത്താത്രേയൻ എന്ന അവധൂത വേഷത്തിൽ വന്ന ബ്രാഹ്മണൻ എന്റെ ഗുരുക്കന്മാർ ആരൊക്കെയാണ് എന്ന് പേരിലൂടെ പറഞ്ഞു. അത് ഓരോന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യം പൃഥ്വിയെ കുറിച്ച് പറഞ്ഞു. നീ ശശ്വത്, എല്ലായ്പ്പോഴും പരാർത്ഥ സർവ ഈഹ, പരാർത്ഥം മറ്റൊരുവർക്ക് വേണ്ടി, അന്യന്മാർക്ക് വേണ്ടി, സർവ ഈഹ എല്ലാ പ്രവൃത്തികൾ, ഈഹ അഭിലാഷത്തോടെ ചെയ്യുന്ന പ്രവൃത്തികൾ, സർവീഹ എല്ലാ പ്രവൃത്തികളും, പരാർത്ഥ ഏകാന്ത സംഭവ അതെല്ലാം പരാർത്ഥമായും ഏകാന്തമായും ആയിരിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുന്നു അടുത്ത ഗുരു. പരാർത്ഥ ഏകാന്ത സംഭവ, മനുഷ്യൻ നിത്യജീവിതത്തിൽ ചെയ്യുന്ന എല്ലാവിധ കർമ്മങ്ങളും പ്രവൃത്തികളും അത് അന്യർക്ക് വേണ്ടി ആയിരിക്കണം എന്ന് സാധുഹു ശിക്ഷേത നന്നായി പഠിപ്പിക്കുന്നു. സാധുഹു നന്നായി ശിക്ഷേത പഠിപ്പിക്കുന്നു. ഭൂഭൃത്ത നഗശിഷ്യ പരാത്മതാം. ഭൂഭൃത്തുകൾ പർവ്വതം, ഭൂഭൃത്ത പർവ്വതത്തിൽ നിന്നും, ഭൂമിയെ ഭരിക്കുന്ന ഭൂഭൃത്തുകൾ പർവ്വതങ്ങൾ, പർവ്വതത്തിൽ നിന്നും ശിക്ഷേത പഠിക്കേണ്ടതാണ്. നഗശിഷ്യ, നഗം എന്ന് പറയുന്ന വൃക്ഷം എന്നർത്ഥം. നഗച്ഛതി നഗ, സഞ്ചരിച്ചു പോകാത്തത്. ആ വൃക്ഷത്തിന്റെ ശിഷ്യനായിട്ട് പരാത്മതാം ശിക്ഷേത, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത് എന്ന് പഠിക്കണം. ഇവിടെ 2 പേര് ഗുരുക്കന്മാരായിട്ട് കാണിക്കാം. ഒന്ന് പർവ്വതവും പിന്നൊന്ന് വൃക്ഷവും. എല്ലാവിധ വ്യാപാരങ്ങളും എല്ലാവിധ പ്രവൃത്തികളും മറ്റുള്ളവർക്ക് വേണ്ടി ആവണം. തന്റെ അധീനതയിലുള്ള സകല വസ്തുക്കളും മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കണം എന്ന് പർവ്വത സ്വരൂപമായ ഭൂമിയിൽ നിന്നും പഠിക്കുന്നു. ഭൂമിയിലെ ഒരു പ്രധാനപ്പെട്ട അംഗമാണ് പർവ്വതം. ആ പർവ്വതം
ഭൂമിയിൽ നിലനിന്നുകൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. ഭൂഭൃത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഭൂമിയെ ഭരിക്കുന്നത്, ഭൂമിയെ രക്ഷിക്കുന്നത്, ഭൂമിയെ നിലനിർത്തുന്നത് പർവ്വതങ്ങളാണ്. ഭൂമി വെള്ളത്തിൽ താണുപോവാതെ അതിന്റെ സമനില ഉപരിതലത്തിൽ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് ഇതിലുള്ള പർവ്വതങ്ങളുടെ നിലനിൽപ്പാണ്. എത്രയോ കാലം മുമ്പ് നമ്മൾ ഇത് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് അന്യർക്ക് വേണ്ടിയാണ് തന്റെ വസ്തുക്കളെന്ന് സർവജ്ഞന നിശ്ചയിച്ചു കൊണ്ടിരിക്കുന്നു പർവ്വത സ്വരൂപമായ ഭൂമി. ഭൂമിയെ ചലിപ്പിക്കാൻ സമ്മതിക്കാത്തത് പർവ്വതമാണ്. ഇളകി 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 മറിഞ്ഞു വീഴാതെ നിലനിർത്തുന്ന പർവ്വതത്തിന്റെ ബലം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഭൂഭൃത്ത് എന്ന് പേരിട്ടത്. പർവ്വതത്തിൽ നിന്നാണ് സകല നദികളും ഉണ്ടാകുന്നത്. അനേക വൃക്ഷങ്ങളും അവയുടെ ഫലങ്ങളും പർവ്വതത്തിലുണ്ട്. അനേകം ധാതുക്കൾ പർവ്വതത്തിലുണ്ട്. അനേകം രത്നങ്ങൾ പർവ്വതത്തിലുണ്ട്, സ്വർണ്ണമുണ്ട്. ഇതെല്ലാം മറ്റൊരാളുടെ ഉപയോഗത്തിന് വേണ്ടി അല്ലാതെ സ്വന്തം ഉപയോഗത്തിന് വേണ്ടി അല്ല പർവ്വതം ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. പർവ്വതത്തിന് ഇതൊന്നും ആവശ്യമില്ല. നദി വേണ്ട, മുത്ത് വേണ്ട, രത്നം വേണ്ട, വൃക്ഷം വേണ്ട, ഫലം വേണ്ട, ഒന്നും വേണ്ട. ഇത് തന്നിൽ കാത്തു സൂക്ഷിച്ചു വെക്കുന്നത് പരാർത്ഥൈക ഫലാഹ, മറ്റുള്ളവർക്ക് വേണ്ടി ആണ് എന്നുള്ളത് ഈ പർവ്വതവും വൃക്ഷവും നമ്മെ പഠിപ്പിക്കാം. പക്ഷെ നമ്മളിത് പഠിക്കുന്നില്ല. ഇതേപോലെയാണ് വൃക്ഷം, അതും പരാധീനമാണ്. ആരെങ്കിലും വന്ന് മുറിച്ചിട്ടാൽ വീണ് കിടക്കും, അത്ര തന്നെ. ഒരു പരാതിയില്ല, ഒരു കംപ്ലൈന്റും ഇല്ല, ഒന്നുമില്ല, തിരിച്ച് പ്രതികരിക്കത്തില്ല. അതിന്റെ കായ്കൾ ആരെങ്കിലും പറിച്ചു കൊണ്ടുപോയാൽ അതിനും വിരോധമില്ല. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അതിനെ അനുസരിച്ച് പ്രതികരിക്കാതെ നിലനിൽക്കുകയല്ലാതെ തിരിച്ചു പ്രതികാരം ഒന്നും ചെയ്യില്ല. ഇത് വൃക്ഷത്തിൽ നിന്ന് പഠിക്കാം. തന്നിലുണ്ടാകുന്ന ഇലകൾ മുഴുവനും അതിന്റെ ചുവട്ടിൽ വന്ന് തണല് കൊള്ളാൻ വരുന്നവർക്ക് മുകളിൽ കൊട പിടിക്കുന്ന പോലെ വൃക്ഷം പിടിച്ചു. ഒരു പരാതിയില്ല, ഒരു സങ്കടവും ഇല്ല. താൻ വെയിൽ കൊണ്ടോണ്ടാണ് ചെയ്യുന്നത്. വൃക്ഷത്തിന്റെ ഇലകൾ ശരിക്ക് വെയിലേറ്റ് തളർന്ന് വിഷമിച്ച് നിൽക്കുമ്പോഴും അതിന്റെ ചുവട്ടിൽ വന്ന് നിൽക്കുന്നവർക്ക് തണൽ കൊടുക്കും. അത് വൃക്ഷത്തിന്റെ സ്വഭാവമാണ്. ഇത് മനുഷ്യജീവിതത്തിലേക്ക് പഠിക്കണ്ടേ, പകർത്തണ്ടേ. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക എന്നുള്ളത് ജീവിതത്തിന്റെ കൃത്യമാണ്. അത് പഠിപ്പിക്കാൻ ഒരു ഗുരു വേണമെന്നില്ല, ചുറ്റും നോക്കിയാൽ മതി. എന്ന് നമ്മൾ ആശ്രയിക്കുന്നതാണ് ഈ തള നൽകുന്ന മരങ്ങൾ, വൃക്ഷങ്ങൾ. ആ വൃക്ഷത്തിൽ നിന്നും ഫലങ്ങളും പൂക്കളും കായ്കളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിത്യേന എടുത്ത് ഉപയോഗിക്കുന്നവരാണ്. ഇതൊക്കെ ഉണ്ടായി പഴുത്ത് കായ്ച്ചു നിൽക്കുന്നത് മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. നമ്മിലുണ്ടാകുന്ന സമസ്ത ഗുണങ്ങളും മറ്റുള്ളവർക്ക് പ്രയോജനീയം ഭവിക്കുന്നതായി തീരണം. അവർക്ക് പ്രയോജനം ഉണ്ടാകുന്നത് ആയി മാത്രമേ നമ്മൾ ചെയ്യാവൂ. അവരിങ്ങോട്ട് എന്ത് ചെയ്യുന്നു എന്ന് നോക്കാതെ ഈ വൃക്ഷങ്ങൾ എല്ലാം സഹിക്കുക ചെയ്യാം. ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ തിരിച്ചു ചെയ്താൽ പോരാ, അല്ല ഞാനെന്താ ചെയ്യുന്നേ, അങ്ങനെ വൃക്ഷം വിചാരിക്കാറില്ല. വെള്ളം ഒഴിച്ചു കൊടുത്താലോ വളം ഇട്ട് കൊടുത്താലോ ഇല്ലെങ്കിലോ ഒക്കെ അതിന്റെയും പൂത്ത് കാഴ്ച വരും. അത് അതിന്റെ കമ്പൊടിച്ചു കളഞ്ഞാൽ, ചുവടെ വെട്ടിക്കളഞ്ഞാൽ ഒന്നും ഒരു കംപ്ലൈന്റും ഇല്ല. ഇങ്ങനെ എല്ലാറ്റിനെയും സഹിക്കാനുള്ള സർവം സഹത്വം എന്ന ശക്തി വൃക്ഷങ്ങളും പർവ്വതങ്ങളും പഠിക്കുന്നു. പർവ്വതങ്ങൾക്ക് അതിൻ്റെ അകത്തുണ്ടാകുന്ന ഒരു വിഭവവും അതിനാവശ്യമില്ല. പക്ഷെ ഈ വിഭവങ്ങൾ ഉണ്ടായത് സംരക്ഷിച്ച് നിലനിർത്തുന്നത് ആരെങ്കിലും ഇവിടേക്ക് വന്നാൽ അവർക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം.
അതാണ് പരാർത്ഥൈക ഫലാഹ പരാത്മതാം ശശ്വത് പരാർത്ഥ സർവേഹ പരാർത്ഥൈകന്ധസംഭവാം സാധു ശിക്ഷേതഭോ ഭൃത്തോ നഗശിഷ്യ പരാത്മതാം ശശ്വത് പരാർത്ഥ സർവേഹ പരാർത്ഥൈകന്ധസംഭവാം സാധു ശിക്ഷേതഭോ ഭൃത്തോ നഗശിഷ്യ പരാത്മതാം ശശ്വത് പരാർത്ഥ സർവേഹ പരാർത്ഥൈകന്ധസംഭവാം സാധു ശിക്ഷേതഭോ ഭൃത്തോ നഗശിഷ്യ പരാത്മതാം. അപ്പം ഭൂമിയിൽ നിൽക്കുന്ന രണ്ട് ചലനിക്കാത്ത വസ്തുക്കൾ, അകങ്ങളും നഖങ്ങളുമായ വൃക്ഷങ്ങളും പർവ്വതങ്ങളും ഭൂമിയെ രക്ഷിക്കുന്നു, അതിൽ നിൽക്കുന്ന മനുഷ്യരെ രക്ഷിക്കുന്നു. തങ്ങളുടെ വിഭവം മുഴുവൻ പരാർത്ഥിക ഫല മറ്റുള്ളവർക്ക്, തനിക്ക് വേണ്ടിയല്ല. അങ്ങനെ പ്രയത്നിക്കുന്നവർ ഈ ലോകത്തുണ്ടോ? ഇല്ലല്ലോ. നോക്കി പഠിക്കൂ. ഒരാളെ ചൂണ്ടിക്കാണിക്കാമെന്ന് ചോദിച്ചു, ഇവർ രണ്ടുപേരും. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഗുണപാഠം പറഞ്ഞു തന്നെ ഇവരെ ഗുരുക്കന്മാരാക്കണം. അതുകൊണ്ട് വൃക്ഷം ഗുരുവാണ്, പർവ്വതം ഗുരുവാണ്. ശശ്വത് പരാർത്ഥ സർവേഹ പരാർത്ഥൈകന്ധസംഭവാം സാധുശിക്ഷേതഭോ ഭൃത്തോ നഗശിഷ്യ പരാത്മതാം പ്രാണവൃത്യൈവ സന്തുഷ്യൻ മുനിർ നൈവേന്ദ്രിയപ്രിയൈ ജ്ഞാനം യഥാ നശ്യേത നാപകീര്യേത വാങ്മനാം. പ്രാണവൃത്യൈവ, പ്രാണവൃത്തി കൊണ്ട് തന്നെ, പ്രാണവൃത്യ ഏവ, പ്രാണവൃത്തി കൊണ്ട് തന്നെ സന്തോഷിക്കണം മുനി. ന ഏവ ഇന്ദ്രിയപ്രിയൈ നൈവേന്ദ്രിയപ്രിയൈ, ഇന്ദ്രിയപ്രിയങ്ങളെ കൊണ്ടല്ല സന്തോഷിക്കേണ്ടത്, പ്രാണവൃത്തി കൊണ്ട് തന്നെ സന്തോഷിക്കണം. പ്രാണവൃത്യൈവ സന്തുഷ്യേത് മുനി നൈവ ഇന്ദ്രിയപ്രിയൈ ജ്ഞാനം യഥാ ന നശ്യേത, അറിവ് എപ്രകാരം നശിക്കില്ലയോ. നാവകീര്യേത വാങ്മന, വാക്കും മനസ്സും ന അവകീര്യേത ചലിക്കില്ലയോ. അവകിരണം ചെയ്യുക, മാറുക, ചലിക്കുക. അപ്രകാരമുള്ള പ്രാണവൃത്തി കൊണ്ട് തന്നെ സന്തോഷിക്കണം. വാക്കും മനസ്സും എപ്രകാരം ചലിക്കാതിരിക്കുന്നുവോ, വാക്കും മനസ്സും എപ്രകാരം ശാന്തമായിരിക്കുന്നുവോ, വാങ്മനഃ ന അവകീര്യേത ജ്ഞാനം യഥാ ന നശ്യേത, ജ്ഞാനം നശിക്കാതെയും ഇരിക്കുക. അപ്രകാരമുള്ള പ്രാണവൃത്തി കൊണ്ട് സന്തോഷിക്കണം. ഇന്ദ്രിയങ്ങളായ വസ്തുക്കളെ കൊണ്ടല്ല സന്തോഷിക്കേണ്ടത്. ഇനിയുള്ള 2-3 ശ്ലോകത്തിലായിട്ട് വായു എന്ന ഗുരുവിനെ കുറിച്ച് പറയാം. ഗുരുവായു, വായു ഗുരുവായിത്തീരും. അത് 2 പ്രകാരത്തിലാണ്. ഒന്ന്, പ്രാണികളുടെ ഉള്ളിൽ ശ്വാസോച്ഛ്വാസ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രാണൻ വായുവിന്റെ ഒരു സ്വരൂപമാണ്. പ്രപഞ്ചത്തിൽ ചുറ്റിക്കറങ്ങി അടിച്ചു വീശുന്ന ഈ കാറ്റ് അല്ലെങ്കിൽ ഈ വായു അത് ഉള്ളിൽ കടന്നാൽ അത് പ്രാണാപാനാദികളായ പ്രവൃത്തി ചെയ്തതായിട്ട് പറയും. മറ്റൊന്ന്, ലോകത്തിൽ വൃക്ഷലതാദികൾ കൂടി ചഞ്ചലമായി കാണപ്പെടുന്ന വായുവിന്റെ മറ്റൊരു രൂപം. 2 സ്വരൂപങ്ങൾ വായുവിന് പ്രപഞ്ചത്തിൽ. ഒന്ന്, നമ്മുടെ ഉള്ളിൽ കിടന്ന് ശ്വാസോച്ഛ്വാസം ചെയ്യുക. മറ്റൊന്ന്, പ്രപഞ്ചത്തിൽ വീശിയടിച്ച് വൃക്ഷലതാദികൾക്കൊക്കെ വേണ്ടത് കൊണ്ടുവന്നിരിക്കുക.
അതിൽ ആദ്യത്തേതായ പ്രാണനിൽ നിന്ന് പഠിക്കേണ്ട പാഠത്തെ കുറിച്ചാണ് ഇവിടെ പറയാം. ആരെ പറയുക? അവധൂത ബ്രാഹ്മണൻ. ഞാൻ പഠിച്ചത് ഇവിടെ നിന്നാണ് പറയാൻ പോവാണ്. ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കുന്ന രൂപം, രസം, ഗന്ധം, ശബ്ദം, സ്പർശം, 5 വിഷയങ്ങൾ. ഈ 5 5 ജ്ഞാനേന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കുന്നത്. കണ്ണിനെ സന്തോഷിപ്പിക്കുന്നത് ആകൃതികളാണ്, രൂപങ്ങൾ. ചെവിയെ സന്തോഷിപ്പിക്കുന്നത് ശബ്ദമാണ്. നാവിനെ സന്തോഷിപ്പിക്കുന്നത് രസമാണ്. മൂക്കിനെ സന്തോഷിപ്പിക്കുന്നത് ഗന്ധം. 5 ഇന്ദ്രിയങ്ങളെയും സന്തോഷിപ്പിക്കുന്ന 5 തരം പ്രവൃത്തികൾ. ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഈ വക പ്രവൃത്തികൾ പ്രാണന് ആവശ്യമില്ല. പ്രാണന് അത്യാവശ്യമുള്ളൂ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ട് ശരീരത്തെ നിലനിർത്തണം. ഇതാണ് പ്രാണന്റെ ലക്ഷ്യം, ജോലി, അത്രമാത്രം. വിഷയങ്ങൾ കൂടി ഇന്ദ്രിയത്തെ ആസ്വദിച്ച് ആനന്ദിക്കുക എന്നുള്ളത് ഇന്ദ്രിയങ്ങളുടെ ജോലിയാണ്. നൈവ ഇന്ദ്രിയപ്രിയേഹി, ഇന്ദ്രിയപ്രിയങ്ങളായ വിഷയങ്ങൾ പ്രാണൻ ആവശ്യമില്ല. അതൊന്നും പ്രാണൻ സന്തോഷിക്കില്ല. പ്രാണൻ സന്തോഷിക്കുന്ന എന്തുകൊണ്ടാണ്? പ്രാണവൃത്തിയൈവ, പ്രാണവൃത്തി കൊണ്ട് മാത്രമാണ് അത് സന്തോഷിക്കുന്നത്. ഈ മിതമായ ഒരു പ്രധാനപ്പെട്ട ചെറിയ നിസ്സാരമായ അല്ലെങ്കിൽ സാരമായ കാര്യം കൊണ്ട് ജീവികളുടെ ജീവിതത്തെ നിലനിർത്താൻ ശക്തി ഉണ്ടാവേണ്ടതിന് ആവശ്യമായത് മാത്രമാണ് ചെയ്യേണ്ടത് എന്ന് ഈ പ്രാണൻ എന്നെ പഠിച്ചു. ഈ ഒറ്റ കാര്യം മതി. ശ്വാസോച്ഛ്വാസം കൊണ്ട് മാത്രം പ്രാണൻ സന്തോഷിക്കും. ഇന്ദ്രിയപ്രീതിയൊന്നും അതിനാവശ്യമില്ല. അതുപോലെ ആയിരിക്കണം മുനിമാരും. വാക്കും മനസ്സും ചലിക്കാതെ ഇരിക്കണം. ജ്ഞാനം നശിക്കാതെ ഇരിക്കണം. അതിനുവേണ്ടി ദേഹം നിലനിൽക്കണം. ദേഹം നിലനിൽക്കാൻ ആവശ്യമായ ആഹാരമായി പ്രാണനെ സ്വീകരിക്കണം. അതുകൊണ്ട് സന്തോഷിക്കണം. ഇന്ദ്രിയപ്രീതിക്ക് വേണ്ടി കടുത്തു പണിയെടുത്താൽ അത് വിഷയങ്ങളുള്ള ആസക്തി കൂട്ടുകയും ആത്മജ്ഞാനം കുറഞ്ഞു വരികയും ചെയ്യും. യഥാജ്ഞാനം നശ്യത, ജ്ഞാനം നശിക്കാത്ത മട്ടിൽ വേണം വാങ്മനക്കായങ്ങൾ ഉപയോഗിക്കാൻ. വാക്കിനും മനസ്സിനും നിമിഷം തോറും ചാഞ്ചല്യം വർദ്ധിക്കും. മനസ്സെങ്ങനെയാണ്? ചഞ്ചലമാണല്ലോ മനസ്സ്. വാക്കും അങ്ങനെയാണ്. ഇപ്പൊ ഒന്ന് പറയും, കഴിഞ്ഞു വേറെന്ന് പറയും, പിന്നെ എന്ന് പറയും, പിന്നെ മറ്റൊന്ന് പറയും. അത് ചഞ്ചലമാണ്, സ്ഥിരതയില്ല. അങ്ങനെയുള്ള വിഷയസുഖം ആഗ്രഹിക്കരുത് എന്ന് പറയാൻ പോവാണ് എന്ന് പ്രാണനിൽ നിന്നും പഠിച്ചു. ഇന്ദ്രിയങ്ങളും പഠിപ്പിച്ചു, വിഷയത്തിന് പുറകെ പോവുകയുള്ളൂ. ആ കിട്ടുന്ന തുച്ഛസുഖമാണ്. ഒരു പ്രാണനെ രക്ഷിക്കാൻ മനസ്സ് അക്ഷീണമായി നിലനിൽക്കണം, ജ്ഞാനവും വേണം. അതുകൊണ്ട് ദേഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ആഹാരങ്ങൾ മാത്രം സ്വീകരിക്കുന്നതിൽ മുനി സന്തോഷിക്കണം എന്ന് പ്രാണരൂപനായ വായുവിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ളൂ. എങ്ങനെയാണ് പ്രാണനെ ഗുരുവാക്കേണ്ടത്? നമ്മൾ എന്നും നിമിഷം തോറും ശ്വാസോച്ഛ്വാസം ചെയ്തു വരാം. പക്ഷെ നമ്മൾക്ക് പ്രാണനെ ഗുരുവാക്കാൻ ഇതുവരെ തോന്നിയിട്ടില്ല. അവധൂത ബ്രാഹ്മണൻ പറയുന്നത് പ്രാണനെ ഗുരുവാക്കാൻ വേണ്ടിയില്ല. ഒറ്റ ലക്ഷ്യമുള്ളൂ, ഞാൻ എവിടെ ഇരിക്കുന്നോ ആ ശരീരം നിലനിൽക്കണം.
കേടുപാട് കൂടാതെ അന്ത്യനിമിഷം വരെ അതിനെ പരിപാലിച്ചു കൊണ്ടേണ്ട ബാധ്യത എനിക്കാണ്. ഞാൻ ഇളവ് വിചാരിക്കരുത്, ഞാൻ അവതരിക്കരുത്, ഞാൻ നിസ്തന്ത്രമായി പ്രയത്നിച്ചു കൊണ്ടേയിരിക്കണം. ഈ പ്രയത്നശേഷി വായുവിൽ നിന്ന്, പ്രാണനിൽ നിന്ന് ഞാൻ പഠിച്ചു. മനുഷ്യന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഉപദേശമാണ് ഈ പ്രയത്നിക്കാനുള്ള കഴിവ്. ഇന്ദ്രിയങ്ങളെ കൊണ്ട് കെട്ടുന്നത് തുച്ഛമായ അറിവുകളും അത് വിഷയ സുഖങ്ങൾ അനുഭവിച്ച് അപ്പപ്പോൾ സന്തോഷിക്കാനും മാത്രമുള്ളതാണെന്ന് കണ്ട് അതിൻ്റെ പുറകെ പോകാതെ അതിനെ തിരസ്കരിച്ചുകൊണ്ട് ജ്ഞാനം നശിക്കാതിരിക്കാൻ, ശരീരം നിലനിൽക്കാൻ പ്രാണൻ അത്യാവശ്യമാണെന്ന് കണ്ട് പ്രാണോപാസന ചെയ്യണം, പ്രാണനെ സേവിക്കണം, പ്രാണൻ ഗുരുവായി കണ്ട് അതിനെ ഉപാസിക്കണം. പ്രാണൻ ഈശ്വരനാണ് എന്ന് മനുഷ്യ ജീവിതത്തെ പ്രാണന്റെ ആവശ്യകതയെ കുറിച്ച് ഈ ഒരു ശ്ലോകത്തിൽ ബോധിപ്പിക്കും. പ്രാണവർത്തേവ സന്തുഷ്യൻ മുനർ നൈവേന്ദ്രിയ പ്രിയൈ ജ്ഞാനം യഥാ നശ്യേത നാവഗീര്യേത വാങ്മനാം. പ്രാണവർത്തേവ സന്തുഷ്യൻ മുനർ നൈവേന്ദ്രിയ പ്രിയൈ ജ്ഞാനം യഥാ നശ്യേത നാവഗീര്യേത വാങ്മനാം. പ്രാണവർത്തേവ സന്തുഷ്യൻ മുനർ നൈവേന്ദ്രിയ പ്രിയൈ ജ്ഞാനം യഥാ നശ്യേത നാവഗീര്യേത വാങ്മനാം. വിശേഷ്വാവിശൻ യോഗി നാനാധർമ്മേഷു സർവതാം ഗുണദോഷവ്യപേതാത്മാ ന വിഷജ്ജേത വായുവത്. വിഷയേഷു ആവിശൻ യോഗി, വിഷയങ്ങളിലേക്ക് ആവേശിച്ച് കിടക്കുന്ന ഒരു യോഗി നാനാധർമ്മേഷു വിഷയേഷു, പലതരത്തിലുള്ള ധർമ്മങ്ങളടങ്ങുന്ന വിഷയങ്ങളിൽ സർവതഃ എല്ലാ ദിക്കിൽ നിന്നും ഗുണദോഷവ്യപേതാത്മാ, ഗുണദോഷങ്ങളെ ആലോചിക്കാത്തവനായിട്ട്, മാറ്റി നിർത്തുന്നവനായിട്ട്, വായുവത്, വായുവിനെ പോലെ നവിഷജ്ജേത, ഒന്നിലും പറ്റരുത്. ഒന്നിനോടും ഒട്ടൽ ഉണ്ടാവരുതെന്ന് വായു പഠിപ്പിച്ചു. ഈ പ്രപഞ്ചത്തിൽ ആഞ്ഞടിക്കുന്ന ഈ വായു, ഈ കാറ്റ് എത്ര ദുർഗന്ധങ്ങളെ വഹിക്കും, എത്ര സുഗന്ധങ്ങളെ വഹിക്കും. ഇത് രണ്ടും കൊണ്ട് നടന്നാലും ഇതൊന്നും ഈ വായുവിനെ ബാധിക്കില്ല. ഇത്ര കഴിയുമ്പം അത് രണ്ടും കളയും. ഒരു സുഗന്ധം, പൂവിന്റെ സുഗന്ധം കാറ്റ് കുറച്ചു ദൂരം കൊണ്ടുപോകും, പിന്നെ അത് കളയും. പിന്നെ ദുർഗന്ധമായിരിക്കും കൈ കിട്ടുന്നത്, അതുകൊണ്ട് കുറച്ചു നേരം നടക്കും, അതും കളയും. പിന്നൊരു സുഗന്ധം കിട്ടും, അതും കളയും. ഇത് രണ്ടും ആരെ ബാധിക്കില്ല? കാറ്റിനെ ബാധിക്കില്ല. ഈ രണ്ടിന്റെയും സ്വഭാവങ്ങൾ ആർക്കില്ല? കാറ്റിനില്ല. കാറ്റ് കൊണ്ടു നടക്കും, പക്ഷെ എന്ത് ചെയ്യത്തില്ല? കാറ്റിനെ ബാധിക്കും. ഇതൊരു വലിയ മഹത്തായ ജീവിത പാഠമാണ് വായു. നമ്മൾ നേരം പുലർന്നാൽ രാത്രി വരെ എന്തൊക്കെയാണ് കൊണ്ടു നടക്കുക? ദുശ്ചിന്തകൾ, സച്ചിന്തകൾ. ഇതിങ്ങനെ ഈ കാറ്റിനെ പോലെ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ കൊണ്ടു നടക്കും. പക്ഷെ കാറ്റ് ചെയ്യുന്ന പോലെ അത് ഉപേക്ഷിച്ച് കളയത്തില്ല. അതിങ്ങനെ ഇതിൻ്റെ അകത്ത് സൂക്ഷിച്ച് അതിൻ്റെ വാസനയും അതിൻ്റെ സ്വഭാവവും നിലനിർത്തി 50 വർഷം മുമ്പ് അയാൾ എന്നോട് പറഞ്ഞ ആ ചീത്ത വാക്ക് ഞാൻ മറക്കില്ലെന്ന് ഇപ്പോഴും പറയും. അത് എന്തിനുള്ളതാണ്? അത് കളയാനുള്ളതല്ലേ. ഉറങ്ങുന്നതിന് മുമ്പ് പകൽ ഉണ്ടായ സകല അനുഭവങ്ങളും ഗന്ധങ്ങളും എന്ത് ചെയ്യണം? കാറ്റിനെ പോലെ ദൂരെ മാറ്റി കളഞ്ഞിട്ട് സ്വച്ഛനായി സ്വതന്ത്രനായി ഉറങ്ങാൻ പറ്റിയാൽ ഇതൊന്നും നമ്മെ ബാധിക്കും. അല്ലെങ്കിൽ ഇത് ഓർത്ത് മനസ്സ് ദൂഷിച്ച് കണ്ടമാനം ദേഷ്യം ഉണ്ടാകും, എല്ലാവരോടും കോപിക്കും, അച്ഛനോടും അമ്മയോടും ബന്ധുക്കളോടും ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടും ഒക്കെ കോപിക്കും. ഒക്കെ കാരണം എന്താണ്? ഈ ഓട്ടലാണ്. എന്ത് കേട്ടാലും അപ്പൊ തന്നെ അതിനെ എന്ത് ചെയ്യുക? വിടുക, കൊണ്ടു നടക്കരുത്.
വായു ചീത്തയും കൊണ്ട് നടക്കില്ല, നല്ലതും കൊണ്ട് നടക്കില്ല, ഇത് രണ്ടും അനുഭവിക്കും. പക്ഷെ നമുക്ക് ചീത്ത കൊണ്ട് ഉപേക്ഷിച്ചിട്ട് നല്ലത് കുറെ ദൂരം കൊണ്ട് നടന്നാൽ നമുക്ക് മനസ്സുള്ളത് കൊണ്ട് അത് ശാന്തമാകും, അത് മരീമസം ആവാതിരിക്കും, മലിനമാവാതിരിക്കും, കാറ്റിനെ സംബന്ധിച്ചൊക്കെ അതീതനാണ്. നാനാധർമ്മങ്ങളുള്ള വിഷയത്തിൽ കൂടിയാണ് കാറ്റ് നടക്കുന്നത്. എല്ലാ വിഷയങ്ങളും കാറ്റ് സ്വീകരിക്കും, ഒന്നിനെയും വിട്ടുകളയില്ല. പക്ഷെ ഒന്നിനോടും കാറ്റിന് എന്തില്ല, ഒരാസക്തിയില്ല. നമ്മൾ എന്തു സ്വീകരിച്ചോ അതിനോട് ആസക്തി കൂടും. ധനം സ്വീകരിച്ചാൽ ധനത്തിനോട് ആസക്തി കൂടും. ഭക്ഷണം സ്വാദിഷ്ടമായത് കഴിച്ചാൽ ആസക്തി കൂടും. നല്ല വീടും നല്ല ഉപകരണങ്ങളും ഉണ്ടാക്കി വെച്ചാൽ ആസക്തി കൂടും. നല്ല ഭാര്യയെ കിട്ടാൽ ആസക്തി കൂടും. നല്ല പുത്രന്മാരെ കിട്ടിയാൽ ആസക്തി കൂടും. അപ്പൊ ഇവരോടൊക്കെയുള്ള ആസക്തി കൂടിയിട്ട് ഇവരെയും കൊണ്ടാണ് പിന്നെ സഞ്ചരിക്കുന്നത് മുഴുവൻ. ധനവും ഭാര്യയും മക്കളും എപ്പോഴും എന്റെ കൂടെ ഉണ്ടാകും. അവര് കൂടെ നിന്നോട്ടെ, പക്ഷെങ്കിൽ മനസ്സിൽ എപ്പോഴും അവരല്ല അവൻ. ആര് പഠിപ്പിച്ചു? കാറ്റോട്. കാറ്റിത് കുറച്ചുകൂടി കൊണ്ടുപോയിട്ട് അവർ കളയും. പിറ്റേ ദിവസം വീണ്ടും സ്വീകരിക്കും, അതും കളയും, പിറ്റേ ദിവസം വീണ്ടും സ്വീകരിക്കും. ഒന്നും ദീർഘദൂരം കൊണ്ടു നടന്ന് വിഷമിക്കില്ല. നമ്മളങ്ങനെയല്ല. എല്ലാ ദിക്കിൽ നിന്നും ശുദ്ധമായും അശുദ്ധമായും എല്ലാ പദാർത്ഥങ്ങളും സ്വീകരിച്ചാലും ഒന്നിനോടും ഒരു പൊട്ടലില്ല, ഒന്നിനും തന്നെ ബാധിക്കില്ല. ഇത് യോഗിയെപ്പോലാണ്. സുഖദുഃഖങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനമായ ഒരു വിഷയത്തിലും പ്രവേശിക്കുന്നവനോ അനുഭവിക്കുന്നവനോ ആണെങ്കിൽ പോലും അവയിൽ നിന്നുണ്ടാകുന്ന സന്തോഷവും ദുഃഖവും യതിയെ ബാധിക്കും. അതിനകത്തൂടൊക്കെ സഞ്ചരിച്ചു പോകും, പക്ഷെ എന്ത് ചെയ്തില്ല, അയാളെ ബാധിക്കും. അരക്ക് കയ്യിലൊക്കെ എടുത്തു കൊണ്ടു നടന്നാലും എണ്ണ പരട്ടിയവനെ ദേഹത്തൊട്ടില്ല, അല്ലാത്തവർക്ക് അത് കിട്ടും. സുഖവും ഇല്ല ദുഃഖവും ഇല്ല, രണ്ടും ബാധിക്കില്ല. യോഗിയുടെ അവസ്ഥ എങ്ങനെയാണ്? അതുകൊണ്ട് എങ്ങും എത്ര ദൂരം സഞ്ചരിച്ചാലും ഒന്നിലും പറ്റാതിരിക്കുന്ന വായുവിൽ നിന്നും ഞാൻ ആസക്തിരാഹിത്യം എന്ന ഗുണം പഠിച്ചു. സമചിത്തനായി ലോകത്തിൽ സഞ്ചരിക്കണം എന്ന് വായു പഠിച്ചു. ഇപ്പൊ വായുവിന്റെ രണ്ട് രൂപങ്ങളാണ്. ഒന്ന് പ്രാണൻ, മറ്റേത് പ്രപഞ്ചത്തിൽ ചലിക്കുന്ന വായു. ഇത് രണ്ടും എന്നെ പഠിപ്പിച്ചു. രണ്ടിൽ നിന്നും ഞാൻ എത്ര പാഠങ്ങൾ പഠിച്ചു. ഇതെന്റെ ഗുരുവായില്ലേ? എന്തിനാ ഗുരുക്കന്മാരെ അന്വേഷണമൊക്കെ? അവധൂത യദുവിനോട് ചോദിച്ചാണ്. ഇതൊക്കെ ഞാൻ ഇവിടുന്ന് പഠിച്ചതാണ്. എന്റെ ചുറ്റും നിൽക്കുന്ന എല്ലാം ഗുരുക്കന്മാരാണ്. അപ്പം ഒന്നിനും ഒട്ടാതെയുള്ള സമചിത്തത വായു എന്നെ പഠിപ്പിച്ചു. വിഷയേഷ്വാവിശം യോഗീ നാനാധർമ്മേഷു സർവതാ ഗുണദോഷോ വ്യപേതാത്മാ ന വിഷജ്ജേതവായുവത്. വിഷയേഷു ആവിശൻ യോഗി നാനാധർമ്മേഷു സർവതാം ഗുണദോഷം വ്യപേതാത്മാ ന വിഷജ്ജേതവായുവത്. വിഷയേഷു ആവിശൻ യോഗി നാനാധർമ്മേഷു സർവതാം ഗുണദോഷം വ്യപേതാത്മാ ന വിഷജ്ജേതവായുവത്. പാർത്ഥിവേഷ്വിഹ ദേഹേഷു പ്രവിഷ്ടസ്തദ്ഗുണാശ്രയാം ഗുണൈർന യുജ്യതേ യോഗി ഗന്ധേ വായുരിവാത്മദൃക്. വായുവിൽ നിന്ന് പഠിച്ച മറ്റൊരു ഗുണം കൂടി പറയാം. പാർത്ഥിവേഷു ഇഹദേഹേഷു, പൃഥ്വിയുടെ പരിണാമമായ ഈ ദേഹത്തിൽ, പാർത്ഥിവമായ ദേഹത്തിൽ, പാർത്ഥിവേഷു ഇഹദേഹേഷു പ്രവേശിക്കും. തത് ഗുണാശ്രയ, അതിലുള്ള ഗുണങ്ങളെ ആശ്രയിക്കും.
ഗുണൈഹി ന യുജ്യത്തെ. ഈ ഗുണങ്ങളൊന്നും ന യുജ്യതേ തന്നിലേക്ക് യോജിപ്പിക്കില്ല. യോഗി അങ്ങനെയാണ്. ഗന്ധൈഹി വായുഹു ഇവ ആത്മത്. ഗന്ധങ്ങളാൽ വായു എന്ന പോലെ ജ്ഞാനിയായ ഒരു യോഗി എല്ലാ ഗുണങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കും. ഗുണങ്ങൾ തന്നെ ബാധിക്കില്ല. ഗന്ധങ്ങൾ വായുവിനെ ബാധിക്കാത്തതുപോലെ. സുഗന്ധ ദുർഗന്ധപൂരിതങ്ങളായ പാർത്ഥിവ പദാർത്ഥങ്ങളോട് എത്ര കൂടി ചേർന്നാലും വായു നിർഗന്ധവുമില്ല. വായു നിർഗന്ധമാണ്. വായുവിന് പ്രത്യേകിച്ച് ഒരു മണമില്ല. ഇവിടുന്ന് സ്വീകരിക്കുന്ന മണം മാത്രമേ ഉള്ളൂ അതിന്. ഈ ഗന്ധം മണമാകട്ടെ പുഷ്പത്തോട് ചേർന്നേ ഇരിക്കുള്ളൂ. പൂവിനാണ് മണമുള്ളത്, അതിൻ്റെ ഇപ്പുറത്തല്ല. ഇലയ്ക്കല്ല, തണ്ടിനല്ല, കായ്ക്കല്ല, മരത്തിനുമല്ല. അപ്പൊ പുഷ്പത്തോട് ചേർന്നിരിക്കുന്നതാണ് ഗന്ധം. ഗന്ധത്തിന്റെ ആസക്തി പുഷ്പത്തിനോടാണ്. ആ പുഷ്പത്തിൽ നിന്നും പുറത്തേക്ക് വമിക്കുന്ന ഈ ഗന്ധത്തിന് വായുവിനെ ബാധിച്ചാലും വായുവിന് ഇതിനോടാകും. ഈ ഗന്ധം വഹിച്ചു കൊണ്ടുപോകുന്ന ഗന്ധവാഹനാണ് വായു. ഗന്ധം പുഷ്പത്തോട് ചേർന്നിരിക്കും, വായുവിനോട് ചേർന്നിരിക്കില്ല. വായുവിന് ഒരു ഗന്ധവും ഇല്ല. ഗന്ധം പ്രപഞ്ചത്തിലുള്ള പദാർത്ഥങ്ങളിലാണ്. ആ പദാർത്ഥങ്ങളുടെ ഗന്ധം ഈ വായുവിനെ ബാധിക്കും. ഗന്ധവത്വം പൃഥിവ്യാഹ ലക്ഷണം. ഗന്ധവത്വമാണ് പൃഥ്വിയുടെ ലക്ഷണം, വായുവിന്റെ ലക്ഷണമല്ല. അത്ര വിദഗ്ധമായിട്ടാണ് ലക്ഷണം ചെയ്തത്. അത് പൃഥ്വിയുടെ സ്വഭാവമാണ്. അവിടെയാണ് ഇതെല്ലാം ഉള്ളത്. ഓരോ വസ്തുക്കളോട് അപ്പോഴപ്പ ചേർന്നാലും ഗന്ധം അതിനുള്ളതുപോലെ തോന്നിക്കും. ശരിയാണ്, ഇവിടെ കാറ്റിന് സുഗന്ധം അല്പസമയമുണ്ട്, ശരിയാണ്. പക്ഷേ ആ ഗന്ധം കാറ്റിന്റെ അല്ല, സ്വന്തമല്ല. പിന്നെ ആരുടെയാണ്? പൂവിന്റെ. പൂവിനാണ് ഗന്ധമുള്ളത്, കാറ്റിനല്ല. അന്യന്റേതായ ഗന്ധം കാറ്റ് കൊണ്ടു നടക്കും, പക്ഷെ അത് അപ്പക്കളയും. മറ്റുള്ളവരുടെ ഏത് സ്വഭാവ ഗുണങ്ങൾ സ്വീകരിച്ചാലും അപ്പ തന്നെ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം, കൊണ്ടു നടക്കണം. ഇതുപോലെയാണ് അഭ്യാസം ഉറപ്പിക്കുന്ന മഹായോഗികൾ ഏത് ശരീരം സ്വീകരിച്ചാലും, മനുഷ്യന്റെ ശരീരം സ്വീകരിച്ചാൽ, ഋഷിയുടെ ശരീരം സ്വീകരിച്ചാൽ, ദേവന്മാരുടെ ശരീരം സ്വീകരിച്ചാൽ, നല്ല തടിച്ചു കൊടുത്തിരിക്കുന്ന ശരീരം കിട്ടിയാൽ, ക്ഷീണിച്ച് മെലിഞ്ഞിരിക്കുന്ന ശരീരം കിട്ടിയാൽ, ഈ ദേഹധർമ്മത്തോട് ചേർച്ചയോ അഭിമാനമോ അതിനില്ല. മറ്റുള്ളവർക്കൊന്നും ഈ ധർമ്മങ്ങൾ ദേഹത്തിൻ്റെതാണെന്ന്, തടിച്ചിരിക്കുക എന്നുള്ളത് ദേഹത്തിന്റെ ധർമ്മമാണ് എന്ന് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ കാണും. പക്ഷേ ഈ ധർമ്മങ്ങൾ ദേഹത്തിനല്ലാതെ ആത്മാവിനില്ല എന്ന് ഉറപ്പിച്ചുകത് ഞാൻ വായുവിൽ നിന്നും പഠിച്ച പാടി. ഗന്ധമൊന്നും വായുവിന്റെ അല്ല, പുഷ്പത്തിന്റെയാണ്. അതുപോലെ ശരീരത്തിലുണ്ടാകുന്ന വികാരഭേദങ്ങൾ ശരീരത്തിൻ്റെതാണ്, ആത്മാവിന് അല്ല. അതുകൊണ്ട് ആത്മജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് ദേഹധർമ്മങ്ങളിൽ ഞാനെന്ന അഭിമാനം കൂടുന്നു. പുഷ്പാദികളിൽ നിന്നും ഗന്ധം എന്ന് അറിവുള്ളവൻ വായുവിന് ഗന്ധമുണ്ടെന്ന് വിചാരിക്കില്ലല്ലോ.
പുഷ്പത്തിന്റെ ഗന്ധമാണ് വായുവിനെന്ന് അറിയുന്നത് വരെ ആ വിചാരിക്കത്തുള്ളൂ. ഇതാണ് ശരിയായ ജ്ഞാനം സ്വീകരിക്കണം. ഓരോ പദാർത്ഥങ്ങളെ കുറിച്ച് പഠിച്ച് അതിന്റെ സ്വഭാവം, ഗുണം, ഋഗ്വേദം മുഴുവൻ ഇതാണ് നമുക്ക് കാഴ്ചവെക്കുന്നത്. ഓരോ പദാർത്ഥങ്ങളുടെയും സ്വഭാവം പഠിച്ച് നമുക്ക് ബോധ്യപ്പെടുന്നത് എങ്കിൽ മാത്രമല്ലേ ഇത് അതിന്റെ ഗുണമല്ലെന്ന് മനസ്സിലാവുള്ളൂ. വായുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ വായുവിൻ്റെതല്ല ഈ ഗന്ധം, പൂവിൻ്റെതാണ്. പൂവിന്റെ ഗുണമാണ് ഗന്ധത്വം എന്ന് തിരിച്ചറിഞ്ഞാൽ തൻ്റേതല്ലാത്തത് താൻ കൊണ്ടു നടന്ന് കളയണം. അന്യരുടെ ആഭരണം ഇട്ടാൽ ആറാട്ടിന് പിറ്റേന്ന് തിരിച്ചു കൊടുക്കണം എന്നൊക്കെ നാട്ടിൽ വെറും ചൊല്ലുകൾ. നമ്മുടേതല്ലാത്ത എന്തെങ്കിലും കയ്യിൽ നടന്നാൽ കുറച്ച് ദിവസം, ആറാട്ട് 10 ദിവസം ഉണ്ടാവും, അതിനകം അത് തിരിച്ചു കൊടുത്തേക്കണം. വായു അങ്ങനെയാണ്. തൻ്റേതല്ലാത്ത ഗന്ധം സ്വീകരിച്ച് കുറച്ച് സമയം കൊണ്ടു നടക്കും, എന്നത് കളയും, അത് വീക്ഷിക്കും എടുത്തന്നെ. ഇങ്ങനെ വേണം എന്ന് എന്നെ പഠിപ്പിച്ചത് വായുവാണ്. അത്ര മഹത്തായ ഒരു പാഠമാണ്, ഗുരുവാണ് വായു നമുക്ക് നൽകുന്നത്. പക്ഷെ നമ്മളിത് അറിയാറില്ല, സ്വീകരിക്കാറില്ല. പാർത്ഥിവേഷു പ്രവിഷ്ടഗുണാശ്രയാം ഗുണൈർനയുജ്യതേ യോഗി വായുരിവാത്മത്. പാർത്ഥിവേഷു പ്രവിഷ്ടഗുണാശ്രയാം ഗുണൈർനയുജ്യതേ യോഗി വായുരിവാത്മത്. പാർത്ഥിവേഷു പ്രവിഷ്ടഗുണാശ്രയാം ഗുണൈർനയുജ്യതേ യോഗി വായുരിവാത്മത്. അന്തർഹിതശ്ച സ്ഥിരജംഗമേഷു ബ്രഹ്മാത്മഭാവേന സമന്വയേന വ്യവച്ഛേദമസംഗമാത്മനോ മുനിർനഭസ്ത്വം വിതതത്യ ഭാവയേത്. ഇനിയും അടുത്ത ഗുരു ആകാശം. ആകാശം സ്പേസ്, ഇടം, സ്ഥലം എന്നേ ഉള്ളൂ. മേളിൽ കാണുന്ന നീലമേഘത്തിനല്ല ആകാശം എന്ന് ഉദ്ദേശിക്കുക. അന്തർഹിതശ്ച സ്ഥിരജംഗമേഷു, സ്ഥാവരജംഗമങ്ങളിൽ, സ്ഥിരജംഗമങ്ങൾ, സ്ഥാവരജംഗമം, അതിൽ അന്തർഹിതനായിരുന്നാലും എല്ലാ ചരാചരങ്ങളുടെയും അകത്തും പുറത്തും എന്തുണ്ട്? ആകാശം. എന്റെ ഉള്ളിൽ ആകാശമുണ്ട്, സ്പേസ് ഉണ്ട്, എന്റെ പുറത്തും സ്പേസ് ഉണ്ട്. ഈ പ്രപഞ്ചത്തിലെ ഏതു പദാർത്ഥം എവിടെ നിന്നാലും അതിന്റെ അകത്തും പുറത്തും എന്തുണ്ട്? ഇടം, ആകാശം. അന്തർഹിതശ്ച സ്ഥിരജംഗമേഷു ബ്രഹ്മാത്മഭാവേന സമന്വയേന. ബ്രഹ്മാത്മഭാവേന, ബ്രഹ്മാത്മഭാവം കൊണ്ട് സമന്വയേന കൂടിച്ചേർന്നിരിക്കുക എന്ന് സ്ഥാവരജംഗമങ്ങളായ സമസ്ത ജീവജാലങ്ങളിലും ഒന്നിച്ചു കൂടിച്ചേർന്നിരിക്കുക എന്നുള്ളത് സ്ഥിരജംഗമേഷു സമന്വയേന അന്തർഹിതശ്ച ബ്രഹ്മഭാവേന വ്യാപ്തി കൊണ്ടും വ്യവച്ഛേദമില്ലാതിരിക്കുന്നത് കൊണ്ടും അസംഗം ആത്മന, ഒന്നിനോടും ചേർച്ചയില്ലാത്തത് കൊണ്ടും ആത്മാവിന്റെ അസംഗത്വം കൊണ്ടും പരിച്ഛിന്നമല്ലാതിരിക്കുന്ന, ഒന്നിച്ചിരിക്കുന്നത് കൊണ്ട് നഭസ്ത്വം, ആകാശസമതയെ ഭാവിക്കണം, ചിന്തിക്കണം. എന്താണ് ആകാശത്തും പഠിക്കേണ്ട ഒരു മഹനീയമായ പാഠം? എല്ലാത്തിൻ്റെയും ഉള്ളിലുമുണ്ട്, പുറത്തുമുണ്ട്.
പക്ഷെ ഒന്നിനോടും ചേർത്തില്ല. ഒരു ബക്കറ്റ്, ഒരു കുടം ഇവിടെ കൊണ്ടുവച്ചാൽ ആ ബക്കറ്റിനകത്ത് സ്ഥലമുണ്ട്, ഇടയുണ്ട്. എന്തിനാണ്? വെള്ളം ഒഴിച്ചാൽ വെള്ളം ഉൾക്കൊള്ളാനുള്ള സ്ഥലമുണ്ട്, ഇടയിൽ. ആ ബക്കറ്റിന് പുറത്തും എന്തുണ്ട്? ആകാശമുണ്ട്. അതുകൊണ്ടാണ് ബക്കറ്റ് ഇവിടെ താഴെ ഉറച്ചിരിക്കുന്നത്. പക്ഷെ ഈ ബക്കറ്റ് എന്ന പദാർത്ഥത്തിന് അകത്തിരിക്കുന്ന വായുവിനോടോ പുറത്തിരിക്കുന്ന വായുവിനോടോ യാതൊരു സമ്പർക്കവും ഇല്ല. ഈ ബക്കറ്റ് തല്ലി ഉടച്ചു കളഞ്ഞാൽ അകത്തെ ആകാശം പുറത്തെ ആകാശം ഉണ്ടാവും. ഇതിനകത്തുള്ള ആകാശം ഇവിടെ പോയി? അത് വലിയ ആകാശത്തിലേക്ക് ചേർന്നു. ഇതുപോലെ ഒന്നിനൊന്നും ചേർച്ചയില്ലാതെ ജീവിക്കണം എന്ന് ആകാശം പഠിപ്പിക്കും. ജീവാത്മരൂപേണ പുറത്തും പരമാത്മരൂപേണ അകത്തും ഞാനെന്ന ഫത്ത വസിക്കുന്നു. ഞാനെന്ന ആത്മഫത്ത ജീവാത്മ സ്വരൂപത്തിൽ എന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തും, അതിന്റെ അകത്ത് ഞാനെന്ന ഒരു പരമാത്മാവുണ്ട്. ജീവാത്മാവ് പരമാത്മാവ് എന്ന രണ്ട് അവസ്ഥകൾ ഉള്ളിലുണ്ട്. പക്ഷെങ്കിൽ അകത്ത് വ്യാപരിച്ചിരിക്കുന്ന ആത്മാവിനെ പുറത്ത് നിൽക്കുന്ന ആത്മാവിനോ അകത്തു നിന്ന ആത്മാവിനോ എന്നൊരു ഭേദമില്ല. അതൊന്നേ. അതിന് പലതൊന്നും വിചാരമില്ല. അതുകൊണ്ട് ആത്മാവ് ശരീരമല്ല, ജീവനുമല്ല. രണ്ടിന്റെയും അപ്പുറത്താണ് ആത്മാവ്. രണ്ടിൽ നിന്നും വിലക്ഷണനാണ്. രണ്ടിൽ നിന്നും വളരെ വ്യത്യസ്തനാണ്. വിലക്ഷണനാണെന്ന് മാത്രമല്ല, അസംഗനാണ്. ഒന്നിനോടും ചേർച്ചയില്ല, രണ്ടിനോടും ചേർച്ചയില്ല. അവ്യവച്ഛേദമാണ്. വ്യവച്ഛേദിക്കാനാവാത്തതാണ്. വേർതിരിച്ചു കാണിക്കാനാവാത്തതാണ്. ഒന്നായിട്ടിരിക്കുന്നതാണ്. വ്യാപ്ത്യാം അവ്യവച്ഛേദം അസംഗം ആത്മനോ മുനി. അങ്ങനെയുള്ള മുനി വിതതസ്യ നഭസ്ത്വം ഭാവയത്. വിസ്തൃതമായ ആകാശസത്തയെ ഭാവിക്കണം, വിചാരിക്കണം, ചിന്തിക്കണം. എല്ലാ ദിവസവും ഒരു നിമിഷമെങ്കിലും ഈ ആകാശത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കണം, ആലോചിക്കണം. ഉത്കൃഷ്ടനായ മുനി നിർബന്ധമാണ്. മനുഷ്യരും ചെയ്യണം. അതുകൊണ്ടാണ് ഋഗ്വേദം ആകാശത്തെ ദേവതയാക്കി മാറ്റി. എങ്കിലല്ലേ ഇങ്ങനെ വിചാരിക്കാൻ പറ്റുള്ളൂ. ദ്യാവാ പൃഥ്വി എന്നൊരു ദേവതയാക്കി. അതിനെക്കുറിച്ച് സൂക്തങ്ങളുമുണ്ട്. ഇത് ചൊല്ലി ഉറപ്പിച്ചോളൂ. അപ്പൊ എന്ത് ഉപാസനയാകും? അന്തരീക്ഷത്തെ, ആകാശത്തെ ഉപാസിക്കണം. അങ്ങനെ ഉപാസിച്ചാൽ ഈ ഗുണം നമുക്ക് കിട്ടും. ആരിൽ നിന്നും? ആകാശത്തിൽ. ആകാശത്തും ഈ ഗുണം സ്വീകരിക്കണം എന്ന് പറയാം. സർവഗതമായ ആകാശത്തിന് നിസ്പംഗതയാണ്. ഇതാണ് പഠിക്കാൻ. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കും, ഒന്നിനോടും ഒരു ചേർത്ത്. ഞാൻ ഈ കുളത്തിലെ ആകാശമാണ്, ഇത് കുടാകാശമാണ്. ഞാൻ ബക്കറ്റിലെ ആകാശമാണ്, ബക്കറ്റ് ആകാശമാണ്. ഞാൻ നദിയിലെ ആകാശമാണ്, നദി ആകാശമാണ്. ഈ ചിന്ത ആർക്കില്ല? ആകാശത്തില്ല. ഉപകരണങ്ങൾ എത്രയുണ്ടെങ്കിലും അതിൻ്റെ അകത്തും പുറത്തും വ്യാപരിച്ചിരിക്കുന്നത് സ്വധർമ്മമാണ്. പക്ഷേ ഈ അകത്തും പുറത്തും വ്യാപരിച്ചിരിക്കുന്നുള്ള സ്വധർമ്മം ആരെ ബാധിക്കില്ല? ആകാശത്തെ ബാധിക്കില്ല. സർവഗതമായ ആകാശം എല്ലാ വസ്തുക്കളോടും ബന്ധപ്പെടുകയാണെങ്കിൽ പോലും ആ വസ്തുവിന്റെ ഗുണങ്ങളോ ദോഷങ്ങളോ ആകാശത്തെ ബാധിക്കത്തില്ല. ബക്കറ്റിന്റെ ഗുണവും ദോഷവും ഒന്നും ആരെ ബാധിക്കത്തില്ല? ആകാശത്തെ ബാധിക്കത്തില്ല.
ഗുണത്തിന്റെ ഗുണദോഷങ്ങൾ ആകാശത്തെ ബാധിക്കും. ശരീരത്തിന്റെ ഗുണദോഷങ്ങൾ ആത്മാവിനെ ബാധിക്കും. ശരീരത്തിന് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. ഇത് രണ്ടും ആരെ ബാധിക്കുന്നില്ല? ആത്മാവിനെ ബാധിക്കുന്നില്ല എന്ന് പഠിപ്പിക്കാൻ, ഏറ്റവും വലിയ അദ്വൈത വേദാന്തം പഠിപ്പിക്കാൻ ഇവിടെ ഗുരു ആരാണ്? ആകാശം. വേറെ ആരുമല്ല. ആകാശത്തിൽ മഹനീയമായ ഒരു പാഠം ഇതാ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആകാശത്തെ ഞാൻ ആരാക്കാണ്? ഗുരുവായി കണ്ട് ആരാധിക്കുന്നത്. അന്തർഹിതശ്ച സ്ഥിരജംഗമേഷു ബ്രഹ്മാത്മഭാവേന സമന്വയേന വ്യാപ്ത്യവ്യവച്ഛേദമസംഗമാത്മനോ മുനിർനഭസ്ത്വം വിതതസ്യ ഭാവയൻ. അന്തർഹിതശ്ച സ്ഥിരജംഗമേഷു ബ്രഹ്മാത്മഭാവേന സമന്വയേന വ്യാപ്ത്യവ്യവച്ഛേദമസംഗമാത്മനോ മുനിർനഭസ്ത്വം വിതതസ്യ ഭാവയൻ. അന്തർഹിതശ്ച സ്ഥിരജംഗമേഷു ബ്രഹ്മാത്മഭാവേന സമന്വയേന വ്യാപ്ത്യവ്യവച്ഛേദമസംഗമാത്മനോ മുനിർനഭസ്ത്വം വിതതസ്യ ഭാവയൻ. ഇനിയും ആകാശത്തിന്റെ കാലശക്തിയെ കുറിച്ച് പറയുകയാണ്. അത് അടുത്ത ശ്ലോകമാണ്. നമുക്കത് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. അല്ലെങ്കിൽ 5 മിനിറ്റിന് ചിലപ്പോൾ തീരില്ല. നിങ്ങളുടെ സമയം അതിക്രമിക്കും എന്നുള്ളത് കൊണ്ട് അടുത്ത ശ്ലോകം അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. സംശയം ചോദിക്കാൻ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നാളെ പറഞ്ഞു ആത്മജ്ഞാനം ഗുരു ആത്മജ്ഞാനം ഒന്ന് ഉപദേശിക്കുന്ന ആളെന്നല്ലേ പറഞ്ഞേ? അതെ. അപ്പൊ ഇതിനകത്ത് ആത്മജ്ഞാനാണോ കിട്ടുന്നത്? അല്ലല്ലോ, ഓരോ പാഠങ്ങള്. ഈ അദ്വൈതമായ ആത്മജ്ഞാനം പഠിപ്പിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഗുരു ഉണ്ട്. പക്ഷെ നമ്മൾ കാണുന്നില്ല. നേരിട്ട് ഗുരുവിൽ നിന്നും പഠിക്കുന്നത് പോലെ തന്നെ ഇവിടെ നിന്നും പഠിക്കാം. പക്ഷെ ഇങ്ങനെ പഠിക്കാമെന്ന് പറയാൻ ഒരു ഗുരു വേണ്ടേ? ആകാശത്തിൽ നിന്നും ഇന്നത് പഠിക്കൂ എന്ന് പറയാൻ ആര് വേണം? ഒരു ഗുരു വേണം. അല്ലേ നമ്മൾ പഠിക്കാതിരിക്കുന്നത്. ഇപ്പൊ ഗുരുസാന്നിധ്യത്തിൽ ഈ പ്രപഞ്ചത്തിൽ നിന്നും ധാരാളം പഠിക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ 24 ഗുരുക്കന്മാരല്ലേ? ഇഷ്ടം പോലെ ഗുരുക്കന്മാരാണ്. അതാ പറഞ്ഞത്. 24 എണ്ണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതൊന്നും അല്ല, ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഒരു കൊച്ചുകുട്ടിയിൽ നിന്ന് വരെ നമുക്ക് എന്തെങ്കിലും പഠിക്കാം. അതുകൊണ്ടാണല്ലോ മഹർഷിമാരൊക്കെ വനാന്തരത്തിൽ പോയി താമസിച്ച്, അവർക്ക് ആർക്കും അവിടെ ഗുരുക്കന്മാരുണ്ടാവണമെന്നില്ല. പക്ഷെ അവര് എന്ത് ചെയ്യാണ്? ഭാവന ചെയ്ത് ചിന്തിച്ച് ഗുരുക്കന്മാരെ കണ്ടെത്തി തന്നെ അഭ്യസിച്ച് ഭാവത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. സാറേ, പിന്നെ ഒരു സംശയം കൂടെ. പ്രാണനും ജീവനും രണ്ടാണോ? ഒന്നല്ലേ സാറേ? ഏതാ? പ്രാണനും ജീവനും സാഖ്യദർശനത്തിൽ വായിച്ചതാണ്. അതെ, ജീവന്റെ പ്രവൃത്തിയാണ് പ്രാണൻ. ജീവന്റെ പ്രവൃത്തി. അതെ, ജീവൻ എന്നുള്ളത് ശ്വാസോച്ഛ്വാസ രൂപത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതിന് പ്രാണൻ വിളിക്കും. ഓ, അതാ പറഞ്ഞ അതിന്റെ പ്രവൃത്തിയാണ്. സാർ, ദത്താത്രേയ മഹർഷി ദുർവാസാവിന്റെ പുത്രനാണോ? അതെ. അത്രിയുടെ പുത്രനല്ലേ? അത്രിയുടെ മകൻ ദത്താത്രേയാണ്. പുത്രതയാണ്. അത്രിയുടെ മകനാണ്. നാരായണീയം പറയുമല്ലോ. അതെ അതെ അതെ. അത്രേ പുത്രതയാ അനസൂയായാം ഹി ദത്താഭിധ. അപ്പൊ അത്രിയുടെ പുത്രനായിട്ട് അനസൂയയിൽ ജനിച്ച ആളാണ് ദത്താത്രേയൻ എന്ന് നാരായണത്തിലെ ആ വരി തന്നെ സ്പഷ്ടമാണ്. അപ്പൊ പിന്നെ ദുർവാസാവിന്റെ പുത്രനാണ് സാർ. ആര് പറഞ്ഞു? എവിടെയോ വായിച്ചിട്ടുണ്ട്. ഏതാ? എവിടെയോ അത് വായിച്ചിട്ടുണ്ട്. വായിക്കുന്ന എല്ലാം പ്രമാണമാക്കി വെക്കാൻ പറ്റില്ലല്ലോ. സാറ്, ഈ ആകാശത്തെ ഉപാസിക്കണം എന്ന് പറയുന്നത് പഠിക്കണം എന്നേ ഉള്ളൂ അർത്ഥം. ഉപാസിക്കണം എന്നല്ലേ പറഞ്ഞേ?
ആകാശത്തിന്റെ ഭാവം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനെ മനസ്സിൽ സങ്കല്പിച്ച് ധ്യാനിച്ച് അതിൽ നിന്നും ഈ പാഠം ഞാൻ ഉൾക്കൊള്ളതാണ് എന്നുള്ളതിന് പേരാണ് പറഞ്ഞത്. ഓക്കെ. സാറേ ഒരു സംശയം. ഈ അവ്യവച്ഛേദം എന്ന് പറയുന്നത്, ഏതാ അവ്യവച്ഛേദം എന്നുള്ള വാക്കിന്റെ ശരിയായ അർത്ഥം എങ്ങനെയാ വരുന്നത്? അവിവക്ഷേദം? അവ്യവച്ഛേദം, അപരിച്ഛിന്നം എന്ന് പറയുന്നത്. വ്യവച്ഛേദം വെച്ചാൽ വേർതിരിച്ചു വെക്കാൻ പറ്റുന്നത്. വേർതിരി. ആ ആ ആ. അവ്യവച്ഛേദം വേർതിരിച്ച് വെക്കാൻ പറ്റുന്നത്, പറ്റാത്തത്. ഒന്നായിരിക്കുന്നത്. മാറ്റാൻ പറ്റാത്തത്, വിഭജിക്കാൻ പറ്റാത്തത്, അവിഭാഗം. അതെ, ഇൻഡിവിസിബിൾ, മുറിച്ചു മാറ്റാൻ പറ്റാത്ത. അതെ, ഒന്നായി നിൽക്കുന്നു. അതെ, ഒന്നിച്ച്. സംശയം തീർന്ന് പ്രശ്നിക്കാം. നമുക്ക് ഇന്നും 4-5 ശ്ലോകമേ തീർന്നുള്ളൂ. ഇനി ചില ഭാഗങ്ങൾ മാത്രം നമുക്ക് തിരിച്ച് എന്താ ചെയ്യാണ് വിസ്തരിച്ച് പറഞ്ഞു പോകേണ്ടത്. ചിലത് എളുപ്പമാണ്. അതുകൊണ്ട് ഇന്ന് വിസ്തരിക്കേണ്ട വസ്തുക്കൾ തന്നെയായിരുന്നു സാറേ. ആയിരുന്നു. അതുകൊണ്ടാണ് പറയപ്പെട്ടതാ. നമുക്കറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും അതിൻ്റെ അകത്തൂടെ കയറി ഇറങ്ങണമെങ്കിൽ ഇത്രയും വഴി കൂടെ പോകണം. അതെ അതെ. ഇപ്പൊ ആകാശവും വായുവും പൃഥ്വിയൊക്കെ നമുക്ക് പരിചയമുള്ള കാര്യങ്ങളൊക്കെ തന്നെ. ഇല്ലെന്ന് പ്രസംഗിക്കാം. ബാക്കി അടുത്ത ആഴ്ച. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ സർ. നമസ്കാരം. നമസ്തേ സാർ. നമസ്തേ സർ. നമസ്തേ സർ.